എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കയ്യിലുള്ള ബുക്ക് ഒരു പോലീസ് സർജന്റെ ഓർമ്മക്കുറിപ്പുകളാണ്. ഡോക്ടർ ഉമാദത്തൻ സാറിന്റെ ബുക്കാണ്. ഇത് ഏകദേശം ഒരു 28ാമത്തെ പതിപ്പാണ്. ശരിക്കും ഓഗസ്റ്റ് 2010 ഇതിന്റെ ആദ്യത്തെ ഇറങ്ങുന്നത്. DC ബുക്സ്. ഈ ഒറ്റ സിനിമ പറഞ്ഞാൽ മതി സാറിനെ പറ്റി മനസ്സിലാവും. കടാവർ സിനിമയുടെ പിന്നിൽ സാറിൻ്റെ ഒരുപാട് ഹെൽപ്പുണ്ട്. ഈ അമല പോൾ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 3 വർഷത്തോളം സാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. റൈറ്റർ അഭിലാഷ് അന്നത്തെ ഡയറക്ടറായിട്ടുള്ള ഫോട്ടോ ആണ് ഇതിന്റെ പബ്ലിഷർ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നെ തുടങ്ങാം. കേരള സംസ്ഥാന മുൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ, കേരള പോലീസിന്റെ മെഡിക്കോ ലീഗൽ ഉപദേശകൻ, തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ, കോട്ടയം മെഡിക്കൽ കോളേജുകളിലെ ഫോറൻസിക് മെഡിസിൻ പ്രൊഫസർ, വകുപ്പ് മേധാവി, ജില്ലാ പോലീസ് സർജൻ, സംസ്ഥാന മെഡിക്കോ ലീഗൽ എക്സ്പെർട്ട് ആൻഡ് കൺസൾട്ടന്റ്, കേരള മെഡിക്കോ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എന്നീ നിലകൾ പതിച്ചിട്ടുണ്ട്. ലിബിയൻ അറബ് റിപ്പബ്ലിക്കിന്റെ മെഡിക്കോ ലീഗൽ കൺസൾട്ടന്റുമായിരുന്നു സാർ. അമൃത മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിനിലെ പ്രൊഫസറും വകുപ്പ് മേധാവിയുമായിരുന്നു. അവയവമാറ്റ അംഗീകാര സമിതിയുടെ അധ്യക്ഷനുമായിരുന്നു അദ്ദേഹം. 2019 ജൂലൈ 3 അദ്ദേഹം മരിക്കുന്നത്. ഇതിനകത്ത് ഈ ബുക്കിൽ ഏകദേശം 375 പേജുണ്ട്. ആ 375 പേജ് നിങ്ങൾക്കൊരു എന്താ പറയുക, ബ്രെയിൻ സ്റ്റോമിംഗ് സെക്ഷൻ എന്നൊക്കെ നമ്മൾ ചിലക്ക് പറയാറില്ലേ, അതേ കണക്ക് 375 കഥകളും 375 ചരിത്രങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് ഇത് ഫുള്ള് കാണാൻ പറ്റുന്നത്. സോ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കഥകൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാമെന്നാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ശരിക്കും ഒരുപാട് പേര് ഇത് അറിഞ്ഞിട്ടില്ല ഈ ബുക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഓരോ കഥകൾ എന്നാൽ കഴിയുന്ന രീതിയിൽ പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. സോ ഇതിൻ്റെ തുടക്കം, ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഇതാണ്. 1969 ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവമാണ് സാർ ആദ്യം പറയുന്നത്. സോ അത് വെച്ച് നമുക്ക് തുടങ്ങാം. കാലം 1969 മെയ് മാസത്തിന്റെ അവസാനത്തിലൊരു ദിവസം, സമയം രാത്രി, സ്ഥലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻസ്മാരുടെ ക്വാർട്ടേഴ്സിലെ കോമൺ ഹാൾ. മെസ്സിൽ നിന്നും മടങ്ങി വന്ന് ഉറങ്ങാൻ പോകുന്നത് വരെ നീളുന്ന സൗഹൃദ ചർച്ചയിൽ അന്നത്തെ വിഷയം അല്പം ഗൗരവമുള്ളതായിരുന്നു. ക്വാർട്ടേഴ്സിലെ നോട്ടീസ് ബോർഡിൽ അന്ന് പ്രിൻസിപ്പലിന്റെ ഒരു അറിയിപ്പ് പതിച്ചിരുന്നു. മെഡിക്കൽ കോളേജിലെ വിവിധ വകുപ്പുകളിൽ ട്യൂട്ടർ തസ്തികകളിലേക്ക് നിയമനത്തിനായി ഹൗസ് സർജൻസി പൂർത്തിയാക്കിയവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നതായി. അതേപ്പറ്റി ഞാനും സുഹൃത്തുക്കളും ചർച്ച നടത്തി. ചർച്ച വേറൊന്നുമല്ല, നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് തന്നെ അത്യാവശ്യം എല്ലാവർക്കും അവർക്ക് ഫ്യൂച്ചറിലേക്കുള്ള ഒരു എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ MBBS മാത്രം മതിയോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പണ്ട് 1969 എന്നൊക്കെ പറയുമ്പോൾ അന്ന് MBBS എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. ഇന്നത്തെ കണക്ക് നമ്മൾ ഈ MCQ വെച്ച് എഴുതുന്നതല്ല, ഇത്രയും വലിയ ബുക്കൊക്കെ വെച്ച് പഠിക്കുന്നതാണ്. ഞാനൊരു സാറിൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നോർത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചെന്നൈയിലായിരുന്നു സാറ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് സാറ് പറഞ്ഞാണ്, അന്ന് ഈ പറയുന്ന ആപ്പൊന്നുമില്ല, കഠിനാധ്വാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് ശരിക്കും ചെയ്തത്. വലിയ ബുക്കുകൾ നമ്മൾ ഈ കാണുന്ന വലിയ പേരുള്ള ബുക്കുകളൊക്കെ അവർ ഒരു വേർഡ് ബൈ വേർഡാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് സാറ് നോക്കുന്ന സമയത്ത് സാറിൻ്റെ മോളും ഇത് കണക്ക് മെഡിസിനിലാണ്. അപ്പം ആപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ട്രൈ ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. സാറ് പറഞ്ഞ കാര്യത്തെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതിൽ സാറ് 2 രീതിയിൽ പറയുന്നുണ്ട്. വെച്ചാൽ ക്ലിനിക്കൽ ലൈഫും ഉണ്ട്, നോൺ ക്ലിനിക്കലും ഉണ്ട്. ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആൾക്കാരെ ചികിത്സിക്കുന്ന പേഷ്യൻസിനെ ചികിത്സിക്കുകയും വേണം, മെഡിക്കൽ കോളേജിലാണെങ്കിൽ പഠിപ്പിക്കുകയും വേണം. അതിനെ ക്ലിനിക്കൽ എന്ന് പറയും. ഉദാഹരണത്തിന് ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഓർത്തോ, ഗൈനക്ക്, പീഡ്സ്, ഒപ്താൽമോളജി, സൈക്യാട്രി, ENT എന്നൊക്കെ പറയുന്നത് പ്യുവർലി ക്ലിനിക്കൽ സൈഡാണ്. അത് കഴിഞ്ഞിട്ടുള്ള നോൺ ക്ലിനിക്കലാണ് അനാട്ടമി, ഫിസിയോളജി, ബയോകം, ഫാർമക്കോളജി അങ്ങനെയുള്ളത്. പിന്നെ ഈ പാത്തോ മൈക്രോ കമ്മ്യൂണിറ്റി ഫോറൻസിക് എന്ന് പറയുമ്പോൾ പാര ആയിട്ട് മാറി ഇന്നത്തെ കാലത്ത്. കാരണം കുറച്ചും കൂടെ ഒരു പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ ഉണ്ട് കമ്പയർ ടു മറ്റ് സബ്ജക്റ്റ്. പക്ഷേ ക്ലിനിക്കൽ ആണെന്ന് വെച്ചാൽ ക്ലിനിക്കൽ അല്ല എന്നേ ഉത്തരം പറയാൻ പറ്റത്തുള്ളൂ, അത്തരം സബ്ജക്റ്റുകളോട്. സോ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ ക്ലിനിക്കലോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് പഠിപ്പിക്കണം. കാരണം അദ്ദേഹത്തിന് ഫോറൻസിക് പഠിപ്പിച്ച ഡോക്ടർ കന്ദസ്വാമി ആയിരുന്നു അദ്ദേഹത്തിന് ഒരു ഫോറൻസിക് വിഭാഗം പ്രൊഫസറും മേധാവിയായിരുന്ന കന്ദസ്വാമിയാണ്. സോ അദ്ദേഹം പഠിപ്പിക്കുന്ന രീതിയിൽ ആകർഷ്ടമായി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് വന്നാണ് പുള്ളിക്കാരൻ ഈ ഫോറൻസിക് മെഡിസിനോട് എത്തുന്നത്. സോ അന്ന് അദ്ദേഹത്തിന് അവിടെ കയറുകയും ട്യൂട്ടറായിട്ട് അവിടെ ആദ്യമായിട്ട് കയറുകയും ചെയ്യുന്നു. ആ സമയത്താണ് ഡോക്ടർ കന്ദസ്വാമി കോട്ടയത്ത് നിന്ന്, അദ്ദേഹം കോഴിക്കോടാണെന്ന് തോന്നുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെയുള്ള ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ ഡോക്ടർ ഗുഹരാജ് ആയിരുന്നു അന്ന് ട്രിവാൻഡ്രത്തിലെ വകുപ്പ് മേധാവി. അദ്ദേഹവും ഭാര്യ ആയിഷ ഗുഹരാജ്, അവർ പ്രിവെന്റീവ് മെഡിസിനിലെ അന്നത്തെ അവിടുത്തെ പ്രൊഫസറായിരുന്നു. സോ ഇവർ രണ്ടുപേരും കോഴിക്കോട് മാറി സാറ് വരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് ഡോക്ടർ കന്ദസ്വാമി കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തുന്നത്. സോ ഡോക്ടർ കന്ദസ്വാമി ഫോറൻസിക് മെഡിസിൻ പ്രൊഫസർ ആയതിനു ശേഷമാണ് ശരിക്കും ഇദ്ദേഹത്തിന് ഈ ഫോറൻസിക് മെഡിസിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ സൗമ്യമായ
പെരുമാറ്റം, നർമ്മം നിറഞ്ഞ ക്ലാസുകൾ, വിദ്യാർത്ഥികളോട് സൗഹൃദപൂർണമായ സമീപനം എന്നിവ വിദ്യാർത്ഥികളിൽ ഏറ്റവും പ്രിയങ്കരനായ അധ്യാപകനാക്കി. സോ വളരെ താമസിക്കാതെ തന്നെ അദ്ദേഹം സർക്കാരിലെ പോലീസ് സർജനായി നിയമിച്ചു. അന്ന് മദ്രാസിയിലെ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ തലവന് മാത്രമായിരുന്നു പോലീസ് സർജൻ എന്ന പദവി ഉണ്ടായിരുന്നുള്ളത്. കേരളത്തിലെ ആദ്യത്തെ പോലീസ് സർജൻ ഡോക്ടർ കന്ദസ്വാമിയുടെ പ്രസിദ്ധിയും പരിവേഷവും എന്നെ വളരെയധികം സ്വാധീനിച്ചു. സോ കേരളത്തിലെ ആദ്യത്തെ പോലീസ് സർജൻ ഇദ്ദേഹമാണ്. PSC ക്വസ്റ്റ്യൻ ആണ്, ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്രദമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. സോ കുറ്റാന്വേഷണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനിയുള്ള ഒരു പാർട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാനിത് ഒരു തവണ 2 തവണ വായിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നതാണ്. അപ്പം ഓരോ തവണ വായിക്കുമ്പോഴും ഓരോ തവണ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ പുതിയൊരു അനുഭവമാണ്. അപ്പോൾ നമ്മൾ ഒരു വെള്ളത്തിൽ ഒരു തവണ ഇറക്കുന്ന കണക്കല്ല 2ാമത് അല്ലെങ്കിൽ 3ാമത് 4ാമത് ഇറങ്ങും. അപ്പോൾ ഓരോ തവണ ഓരോ അനുഭവമായിരിക്കും നമുക്ക്. അപ്പം ഇന്ന് ഞാനിപ്പോൾ ഫോറൻസിക് മെഡിസിൻ്റെ ഫസ്റ്റ് ഇയർ ഏകദേശം കംപ്ലീറ്റ് ആവാറായി. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എന്താ പറയുക, ഇന്ന് ഞാൻ ഈ വായിക്കുമ്പം എനിക്ക് വേറെ രീതിയിലായിരുന്നു. ഞാനിത് എൻ്റെ കയ്യിൽ ഫസ്റ്റ് കിട്ടുന്ന സമയത്ത് ഞാൻ ഫോറൻസിക് മെഡിസിനിൽ എത്തിയിട്ടില്ല. ഇതിന് ശേഷമാണ് ഞാൻ ഫോറൻസിക് മെഡിസിനിലേക്ക് എത്തുന്നത്. സോ അന്ന് വായിക്കുമ്പോഴും ഇന്ന് വായിക്കുമ്പോഴും ഭയങ്കര വ്യത്യാസമുണ്ട്. സോ കുറ്റാന്വേഷണത്തിന് വേണ്ടി വൈദ്യശാസ്ത്രത്തിൻ്റെ തത്വങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന മാർഗ്ഗങ്ങളാണ് ഫോറൻസിക് മെഡിസിൻ എന്ന ശാഖയുടെ പ്രതിപാദം എന്ന് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹം ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഫോറൻസിക് റേഡിയോളജിയെ പറ്റി. ശരിക്കും ഞാൻ ഫോറൻസിക് റേഡിയോളജിയെ പറ്റി ഫോറൻസിക്കിന് വന്നതിന് ശേഷമല്ല, ഡൽഹി വെച്ച് ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട് കോവിഡ് സമയത്തൊക്കെ വെച്ചിട്ട്. സോ അത് വെച്ചിട്ട് ഞാൻ കേരളത്തിൽ വരുന്ന സമയത്ത് എൻ്റെ ഒരു മൈൻഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ ആൾറെഡി തുടങ്ങിക്കാണും, പ്രത്യേകിച്ച് ട്രിവാൻഡ്രം, കോഴിക്കോടൊക്കെ. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനൊരു സംഭവത്തെപ്പറ്റി ഇവർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, അല്ലെങ്കിൽ ചെയ്യാനേ താല്പര്യമില്ല എന്ന രീതിയിലാണ് നിൽക്കുന്നത്. സോ പക്ഷേ ഈ സാറ് ഏകദേശം 2010 ഈ ബുക്ക് എഴുതുന്നത്. അപ്പം അന്ന് 2010 ഏകദേശം 10-15 വർഷം മുമ്പ് തന്നെ സാറ് ഇതിനെപ്പറ്റി ഫോറൻസിക് റേഡിയോളജിയിലെ എക്സ്റേ, CT സ്കാൻ, സങ്കേതങ്ങൾ കുറ്റാന്വേഷണത്തിന് ഉപയോഗിക്കുന്ന രീതിയെ പറ്റി ചെറിയൊരു പ്രതിപാദനം നടത്തിയിട്ടുണ്ട് ഈ മോൾ ഭാഗത്ത്. ഇത്തരം ആൾക്കാരാണ് നമുക്ക് ഇന്ന് മിസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ വന്നാൽ മാത്രമേ ഓരോ മേഖലയും മുന്നോട്ട് വരത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒഴുക്കിലങ്ങ് പോകത്തേ ഉള്ളൂ. ആ ഒഴുക്ക് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം BSNL എന്താണ് നഷ്ടപ്പെട്ട് പോകണം, അല്ലെങ്കിൽ ISROയിൽ നല്ല ആൾക്കാർ വരുമ്പോൾ മാത്രമേ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുള്ളൂ. അപ്പം APJ അബ്ദുൽ കലാം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ഇന്ന് സ്പേസ് പ്രോഗ്രാം ഈ രീതി എത്തിക്കണം. അല്ലെങ്കിൽ നമ്പി നാരായണനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് പേരറിയാത്ത ഒരുപാട് ടാലൻസുകൾ. അപ്പം അങ്ങനെയുള്ള ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ISRO ചെയർമാൻ സോമദാസ് സാറിൻ്റെയൊക്കെ ഒരു ആ കഴിവുകൊണ്ടാണ് ഇനിയുള്ള നമ്മുടെ പ്രോജക്റ്റുകളൊക്കെ എന്ത് വലിയ പ്രോജക്റ്റുകളൊക്കെ വരുന്നത്. അതൊക്കെ ഇവരുടെ ഒരു കഴിവാണ് അവർ ചെയ്യുന്ന രീതിയിലുള്ള. അതല്ലാതെ വേണമെങ്കിൽ നമുക്ക് വെറുതെ പോവാം, മനസ്സിലായോ? വെറുതെ ഒരു ഗവൺമെൻറ് ജോലിയുണ്ട്, നമുക്ക് അതുമായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോവാം എന്നൊരു സംഭവമുണ്ട്. അപ്പം അങ്ങനെ അല്ലാതെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചുകളുണ്ടാവും. സോ നമുക്ക് ഇന്ന് പറയാൻ പോകുന്നത് സാറിൻ്റെ ഒരു കഥയാണ്, ഒരു അനുഭവം, എക്സിമേഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടൊരു കഥ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. കാരണം അതിൽ ഈ ഫോറൻസിക് സൂപ്പർ ഇമ്പോസിഷൻ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസ്ഥികൂടത്തിൽ നിന്ന് ഒരാളെ ഐഡൻറ്റിഫിക്കേഷൻ, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി അയാളുടെ ഫോട്ടോയെ ഈ അസ്ഥികൂടത്തിൽ നിന്നുണ്ടാവുന്ന സ്കള്ളിൽ നിന്നുണ്ടാവുന്ന ആ ഒരു ഫോട്ടോയും കൂടെ ചെയ്തിട്ട് അതിനെ രണ്ടിനെയും ഒന്നിച്ചിട്ട് നമ്മുടെ കുറച്ച് മെഷർമെൻറ്റ് നോക്കിയെടുത്ത് ചെയ്യുന്നത്. അത് അദ്ദേഹം ആദ്യമായിട്ട്, എനിക്കൊന്ന് കേരളത്തിൽ ആദ്യമായിട്ട് ചെയ്തത് ഉമാദത്തൻ സാറാണ്. സോ അത് ഞാൻ അടുത്ത കഥയായിട്ട് പറയാം. ഇന്ന് ഞാൻ പറയാൻ പോണ കഥ സാറിൻ്റെ എക്സിബിഷൻ സാറിൻ്റെ ഫസ്റ്റ് എക്സിബിഷൻ കഥയാണ്. ഇത് അദ്ദേഹം ചെയ്യുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ട്യൂട്ടറായി ജോലി നോക്കുമ്പോഴാണ്. എന്നുവെച്ചാൽ 1969 കാലഘട്ടത്തിൽ. അന്ന് മിസ് കുമാരിയുടെ മരണം, ഞാൻ പറഞ്ഞ കണക്ക് മലയാള സിനിമയിലെ ഏറ്റവും തിളങ്ങി നിന്ന ഒരു നടിയായിരുന്നു ഒരു കാലത്ത്. സോ മിസ് കുമാരി എന്നറിയപ്പെടുന്ന ത്രേസ്യാമ്മ എന്ന് പറയുന്നത്. സോ സാർ ആദ്യമായിട്ട് എക്സിബിഷനിൽ പങ്കെടുക്കുന്നത് ഇതിനാണ്. അത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്ന 50കളിലെ മലയാള സിനിമകളിൽ നിറഞ്ഞു നിന്ന നടിയായിരുന്നു മിസ് കുമാരി. ശ്രീ സുബ്രഹ്മണ്യത്തിൻ്റെ സിനിമകളിലെ സ്ഥിരം നായികയായിരുന്നു. നടൻ സത്യനൊപ്പമൊക്കെ അഭിനയിച്ച വ്യക്തിയാണ്. നീലക്കുയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. സോ നീലക്കുയിലൊക്കെ അന്ന് ആ സമയത്തൊക്കെ ഭയങ്കര ഹിറ്റായ പടമാണ്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. മീൻസ് ഞാൻ ജസ്റ്റ് ഇതിനെപ്പറ്റി ഇത് ആദ്യം വായിക്കുന്ന സമയത്ത് ജസ്റ്റ് നോക്കിയിരുന്നു, അങ്ങനെയാണ്. അല്ലാതെ എനിക്കും പേഴ്സണലായിട്ട് അറിയത്തില്ലായിരുന്നു. ഇത് വായിച്ച ശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി നോക്കുന്നത്. സോ മിസ് കുമാരി പിന്നീട് വിവാഹിതരായി
ചലച്ചിത്ര രംഗം വിട്ടു. ഫാക്ടറിയിൽ ഒരു എഞ്ചിനീയർ ആയിരുന്നു ഭർത്താവ്. സോ പെട്ടെന്നായിരുന്നു ഇവർ മരിക്കുന്നത്. സോ മിസ് കുമാരിയുടെ അച്ഛൻ അവരുടെ മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചിട്ടാണ് പോലീസിൽ ഈ കേസായിട്ട് വരുന്നതും. ആ സംഭവത്തിന് ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് ഈ കേസ് വരുന്നതും. അതിന് ശേഷമാണ് എക്സ്ഹ്യൂമേഷൻ എന്ന് പറയും. എക്സ്ഹ്യൂമേഷൻ എന്ന് പറയുന്നത് ഒരു ബോഡി നമ്മൾ അടക്കിയതിന് ശേഷം അപ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ട്, അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാത്ത ബോഡി ആണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ആൾക്കാർ ബന്ധുക്കൾ ആർക്കെങ്കിലും സംശയം ഉള്ള രീതിയിൽ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. അപ്പം ഫോറൻസിക് മെഡിസിനിലെ ഡോക്ടേഴ്സ് വന്നിട്ട് അത് മൃതദേഹം പുറത്തെടുത്ത് അതിനകത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന പ്രക്രിയ, അതിനാണ് എക്സ്ഹ്യൂമേഷൻ എന്ന് പറയുന്നത്. എക്സ്ഹ്യൂമേഷന് ലിമിറ്റ് ഇല്ല ഇന്ത്യയിൽ, അത് എത്ര വർഷമാണെങ്കിലും ചെയ്യാൻ പറ്റും. സോ കുമാരിയുടെ മൃതദേഹം ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. സോ മൃതദേഹം അടക്കം ചെയ്തിരുന്നത് കോട്ടയത്തെ ഭരണങ്ങാനത്തുള്ള ഒരു പള്ളിയിലായിരുന്നു. പ്രൊഫസർ കന്ദസ്വാമിയും ഉമാദത്തൻ സാറും തലേ ദിവസം തന്നെ കോട്ടയത്തെത്തി ഇതിനു വേണ്ടി. രാവിലെ ഞങ്ങൾ ഭരണങ്ങാനത്തെത്തി. മിസ് കുമാരിയുടെ മൃതദേഹം അടക്കം ചെയ്തിരുന്ന ഒരു വലിയ ഹാളിനുള്ളിലെ കോൺക്രീറ്റ് കല്ലറയിലായിരുന്നു. അതിനടുത്തുള്ള കല്ലറയിലായിരുന്നു സിസ്റ്റർ അൽഫോൺസാമയുടെ ഭൗതിക ശരീരവും അടക്കം ചെയ്തിരുന്നത്. RDOയുടെ സാന്നിധ്യത്തിൽ ജോലിക്കാർ കല്ലറ പൊളിക്കാൻ തുടങ്ങി. കല്ലറ പുറത്തെടുത്തു. എല്ലാവരും അത്ഭുതമായിട്ട് നോക്കി നിന്നു, കാരണം ആ ബോഡിക്ക് വലുതായിട്ട് ഒട്ടും ചീഞ്ഞിട്ടില്ല. സോ അന്ന് ഇത് ചെയ്തിരുന്നത് ഒരു ടീമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഡോക്ടർ കന്ദസ്വാമി സാർ ഉണ്ടായിരുന്നു, ഡോക്ടർ ജയപാലൻ സാർ ഉണ്ടായിരുന്നു, അന്ന് കോട്ടയത്തെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു സാറ്. സോ സാറും പിന്നെ ഉമാദത്തൻ സാറോടെ പോയിരുന്നു. സോ വെയിലും മഴയും, സോ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു എന്തുകൊണ്ട് അത് യാതൊരു വിധത്തിലുള്ള ചേഞ്ചും ഉണ്ടായില്ലെന്ന്. ഇപ്പം നമുക്ക് ഇതിലൊരു പ്യുവർ സയൻസ് ആണ്, ഒട്ടും ഒരു മാജിക്കൽ എലമെന്റിനകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ വെയിലും മഴയും സൂര്യപ്രകാശവും ഏൽക്കാതെ മണ്ണിലോട് ചേരാതെ മൃതദേഹങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിലൊരു രാസപ്രക്രിയ നടക്കും. അതുമൂലം നമ്മുടെ ഈ സ്കിന്നിന് താഴെയുള്ള സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ അല്ലെങ്കിൽ അവിടെയുള്ള ഫാറ്റ് ഒരു സോപ്പ് പോലെ ആയിട്ട് മാറിയിട്ട് ഒരു അഡിപ്പോസിയർ ഫോർമേഷൻ ഉണ്ടാവും. അങ്ങനെ ഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ ബോഡീനെ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. സോ ആ പ്രതിഭാസമാണ് ഈ പറഞ്ഞ അഡിപ്പോസിയർ ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഇത് കാരണം ശരീരം ചീയാതെ ആകൃതി നഷ്ടപ്പെടാതെയും കിട്ടും. സോ അന്ന് സാറിന്റെ ജോലി എന്ന് പറയുന്നത് ഈ മൃതദേഹ പരിശോധനയുടെയും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഫോട്ടോസ് എടുക്കുക എന്നതാണ്. സോ എല്ലാ നടപടിക്രമങ്ങളും ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞു അതിലൂടെ സാറിന്. മൃതദേഹത്തിന്റെ ആമാശയത്തിൽ അപ്പോഴും രൂക്ഷഗന്ധമുള്ള ഒരു കീടനാശിനിയുടെ അംശം ഉണ്ടായിരുന്നു. സോ അത് ലാബിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്തെങ്കിലും പോയിസൺ ആണോ എന്തോ എന്നുള്ള കാര്യം. സോ അങ്ങനെ ഇവർ രാസപരിശോധനയ്ക്ക് അയക്കുന്ന സമയത്ത് ഓർഗാനോഫോസ്ഫറസ് എന്നുവെച്ചാൽ കീടനാശിനി ഓർഗാനോഫോസ്ഫറസ് ഉൾപ്പെട്ട ഒരു കൊടിയ വിഷമായിരുന്നു തെളിഞ്ഞു. സോ പോലീസിന്റെ തുടരന്വേഷണത്തിൽ കൊലപാതകമോ ഇത്തരമുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് സാറ് പറയുന്നത്. പക്ഷേ അത് ആൾക്കാരുടെ സംശയം വെച്ചാൽ മകളുടെ മരണത്തിൽ അച്ഛനുണ്ടായ സംശയം മൂലമാണ് അന്ന് ആ കേസ് എടുക്കുകയും അന്ന് ഭയങ്കര ഒരു കോളൊക്കെ സൃഷ്ടിച്ച ഒരു കേസായിരുന്നു അത്. പിന്നീട് അത് വായിക്കുമ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ ഉണ്ട് അതിനെ പറ്റിയിട്ടുള്ള. സോ അതിൽ സാറ് പോയിരുന്നു, അതിൽ എക്സ്ഹ്യൂമേഷൻ പരിപാടി ചെയ്തു. അപ്പം ബോഡിക്ക് വലിയ ചേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ചുമക്ക് ഫുൾ എടുത്തിട്ട് അതിനെ കണ്ടന്റും ചുമക്കുമായിട്ട് ചേർത്ത് രാസപരിശോധനയ്ക്ക് വിടുകയായിരുന്നു ചെയ്തതെന്ന്. അപ്പോൾ ആ സമയത്ത് ഒരു കൊടിയ വിഷമായിരുന്നു അന്ന് അവിടെ നിന്ന് കിട്ടിയത്. അപ്പം മരണകാരണം വിഷം കഴിച്ചിട്ടുള്ളതാണ്. അതിപ്പം സ്വയം കഴിച്ചാണോ ആരെങ്കിലും നിർബന്ധിച്ചാണോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ബാക്കി കാര്യങ്ങളൊന്നും സാറിനകത്ത് പറയുന്നില്ല. അതൊരു ആത്മഹത്യ എന്ന നിലയിലാണ് പിന്നെ മുന്നോട്ട് പോയത്. ഒരു കൊലപാതകത്തിനുള്ള സൂചന ഒന്നും ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് സാർ പറഞ്ഞത്. അപ്പം അങ്ങനെയാണെങ്കിൽ അത് ആത്മഹത്യ തന്നെ ആയിരിക്കണം. സോ ഇനിയുള്ള കഥകൾ ഓരോ ദിവസം ഓരോ സൺഡേസ് വെച്ചിട്ട് നമുക്ക് ഓരോ കഥകൾ പറയാം. ഒരുപാട് കഥകൾ ഇതിനകത്തുണ്ട്. ഫോറൻസിക് മെഡിസിനിൽ സാർ ചെയ്ത ഒരുപാട് കഥകൾ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. വേദനിച്ച ഒരു ആത്മഹത്യ എന്ന രീതിയിലുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാർ അത് പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ശരിക്കും നമ്മുടെ ശ്രീ ജവഹർലാൽ നെഹ്റു 1951 നവംബർ 27 ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ഫോട്ടോ ഉൾപ്പെടെ എന്ത് വലിയൊരു മെഡിക്കൽ കോളേജാണെന്ന് ആലോചിച്ച് നോക്കണം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് 1951 അത് വരുന്നത്. ഇന്ന് ട്രിവാൻഡ്രം ആണോ കോഴിക്കോടാണോ നമ്പർ 1 നോക്കുമ്പോൾ പലരും കോഴിക്കോടിനാണ് പറയുന്നത്. കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഇത്തരം ടാലൻസ് ആണ്. ഒരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് തിരിച്ചു വരാവുന്നേ ഉള്ളൂ. അത് എന്താ പറയുക, അവിടെയുള്ള ഇപ്പോൾ പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവിടെയുള്ള പ്രൊഫസറൊക്കെ ഒന്ന്
ഔട്ട് ഓഫ് ബോക്സ് ചിന്തിക്കുക, ഔട്ട് ഓഫ് ബോക്സ് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് സാറിനെ വിഷമിപ്പിച്ച കാര്യങ്ങൾ. നമ്മളിപ്പോൾ നല്ല കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ എന്തുകൊണ്ട് ഒരു എന്താ പറയുക സ്ട്രെസ് ഫ്രീ ലൈഫിലേക്ക് പോകുന്നു എന്നുള്ള കാരണം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഏറ്റവും അവസാനം സാറിനെ വളരെ വേദനിപ്പിച്ച 2-3 കേസുകളുണ്ട്. വേദന ഉണ്ടാക്കിയ 2 സംഭവങ്ങൾ. അതിനകത്ത് ഒരെണ്ണത്തിൽ ഒരു കേസിൽ പാലക്കാട് ഒരു തീ പിടിച്ച കാറിനകത്ത് കത്തിക്കരിഞ്ഞൊരു മൃതദേഹം ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ ഒരുപാട് കുറ്റാന്വേഷണ ഏജൻസികൾ മാറി മാറി വന്ന കേസാണ്. അതിൽ അവസാനം വന്നപ്പോൾ സാറ് അതിനകത്ത് CBI എന്നെയും DYSP ശശി, ഡോക്ടർ രാമേന്ദ്രൻ എന്നിവരെ പ്രതിയാക്കാൻ വേണ്ടിയുള്ള സർക്കാർ അനുവാദം തേടുകയും അത് അവസാനം സാറ് കോടതിയിൽ പോയാണ് അത് സത്യസന്ധമായി ജോലിയുടെ ക്രിമിനൽ നടപടിയെ മൊഴി നൽകിയ ഡോക്ടർ പ്രതിയാക്കുന്ന ആദ്യമായാണ്. ആത്മാസത്യസന്ധമായി ദീർഘകാലം ജോലി ലഭിച്ചതിന് പരിശോധിച്ചു. ഞാൻ നൽകിയ അഭിപ്രായം തെറ്റാണെങ്കിൽ സ്വീകരിക്കാം. 1-ാം പ്രതി കൂടുതലും അനുഭവം നടത്തി. സോ അന്ന് ആ കേസിന് വേണ്ടി സാറ് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ എഴുതിയിരിക്കുന്നത്. പിന്നെ അതൊക്കെ തന്നെ അഭയ കേസിൽ അവസാനം അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഞാൻ ഇവിടെ പോയി നോക്കട്ടെ. CBI ഏറ്റെടുത്തൊരു ഘട്ടം. ഈ 2 കേസുകളിലും DBI സന്ദർഭം ശ്രദ്ധിച്ചു. മജിസ്ട്രേറ്റ് പത്രമായി. സോ അതിൽ അഭയ കേസിൽ ഒരു ആ ദിവസങ്ങളിൽ വന്നൊരു വാർത്തയാണ്, അഭയ കേസിൽ ഡോക്ടർ ഉമാതത്തൻ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നുവെന്ന്. അന്ന് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളാണ്. സ്നേഹിതരുടെയും ബന്ധുക്കളുടെയും നിലയ്ക്കാത്ത ഫോൺ കോളുകൾ ഞാൻ ആ വാർത്തയുടെ ഉറവ് അന്വേഷിച്ചു. അഭയ കേസിന്റെ അന്വേഷണം നടത്തിയ CBI DYSP എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ അഭയുടെ മരണകാലത്തെക്കുറിച്ച് മെഡിക്കോ ലീഗൽ വിദഗ്ധർ നൽകിയതാണെന്ന് പറഞ്ഞ കുറേ അഭിപ്രായങ്ങൾ എക്സ്ട്രാ ചേർത്തിരുന്നു എന്നാണ് സാറ് പറയുന്നത്. സോ DYSPയുടെ അന്തിമ റിപ്പോർട്ട് ത്യജിച്ചുകൊണ്ടുള്ള വിധി ന്യായത്തിൽ മജിസ്ട്രേറ്റ് ആ അഭിപ്രായങ്ങൾ ഞാൻ നൽകിയതാണെന്ന് ആരോപിച്ച് അതിനിശിതമായി എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. ആ വിധി ന്യായത്തിലെ പരാമർശങ്ങളാണ് പത്രവാർത്തയ്ക്ക് കാരണം ഉണ്ടാക്കിയത്. അതിനുശേഷം സാർ അതിന് കോടതിയിൽ സമീപിച്ചായിരുന്നു. അത് ഞാൻ ക്രൈംബ്രാഞ്ച് DYSPക്ക് നൽകിയ അഭിപ്രായത്തിന്റെ പകർപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതല്ലാതെ മറ്റൊരു അഭിപ്രായം ഞാൻ നൽകിയിട്ടില്ലെന്നും അവർ കോടതിയെ ബോധിപ്പിച്ചു. കോടതി എനിക്കെതിരെയുള്ള പരാമർശങ്ങൾ നീക്കം ചെയ്തുവെന്നാണ് അതിനകത്ത് പറയുന്നത്. സോ ഞാൻ നൽകാത്ത അഭിപ്രായം മജിസ്ട്രേറ്റിന്റെ വിധിന്യായത്തിൽ പരാമർശിക്കപ്പെടാനുള്ള കാരണം ഇന്നും എനിക്ക് അജ്ഞാതമാണ്. ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോകുമെന്ന് പത്രത്തിലൂടെ ഉള്ള വീമ്പിളക്കി എവിടെ പോയാലും എന്തൊക്കെ ചെയ്താലും അന്തിമ വിജയം സത്യത്തിനാണെന്നും സത്യത്തിന് എത്ര നാൾ മൂടി വയ്ക്കാൻ കഴിയും എന്ന രീതിയിൽ സാറിനകത്ത് എഴുതിയിട്ടുണ്ട്. കാരണം നമ്മൾ സത്യസന്ധമായിട്ടൊരു കാര്യം ചെയ്താലും നമുക്ക് എതിരെ നിൽക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഐ ഓപ്പണറാണ്. നമ്മൾ ഈ കാണുന്ന കണക്ക് മൃതദേഹ പരിശോധന എന്ന് പറയുന്നത് നമ്മൾ സത്യസന്ധമായി ചെയ്താലും ഇതേ കണക്കുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വളരെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുന്നത്. അതിനാണ് ശരിക്കും ഇത്തരം ബുക്കുകൾ ഇപ്പം കഴിഞ്ഞ ആൾക്കാർ ഇപ്പോൾ HOD ആയിട്ടും അല്ലെങ്കിൽ ഈ ഫോറൻസിക് മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞ ആൾക്കാർ ബുക്ക് എഴുതണം, സത്യസന്ധമായിട്ട് ബുക്ക് എഴുതണം എന്ന് പറയുന്ന ഏറ്റവും വലിയ കാരണം എന്നെ കണക്കുള്ള ന്യൂലി ജോയിൻ അല്ലെങ്കിൽ ന്യൂലി ഇതിലായിട്ട് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. കാരണം സത്യസന്ധമായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. നമുക്ക് എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്തണം, എങ്ങനെയൊക്കെ ഇതിനെ നോക്കി കാണണം, ഇതിൻ്റെ ഒരു മെറിറ്റും ഡീമെറിറ്റും എല്ലാ കാര്യങ്ങളെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറുപ്രായത്തിൻ്റെ ആവേശത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് നമ്മൾ തന്നെ അത് എന്താ പറയുക, നമ്മൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ടി വരും. ഇതിപ്പം ഒരാൾ ജീവിച്ച് പോയ ഈ ബുക്കുകളുടെ പ്രത്യേകത അങ്ങനെയാണ്. ഒരാളുടെ ആത്മകഥ അല്ലെങ്കിൽ അയാളുടെ ജീവിതം വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബുക്കുകൾ വായിക്കുന്ന പ്രത്യേകത വെച്ചാൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടും. റിയൽ ലൈഫിൽ നമ്മൾ ജീവിച്ച് അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാവുന്ന അനുഭവങ്ങൾ ഇത്തരം ബുക്കുകളിലൂടെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ആ ഒരു ജീവിത രീതി അല്ലെങ്കിൽ അദ്ദേഹം കടന്നുപോയ കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു അവബോധം ഉണ്ടാവും. നമുക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ കാണണമെന്ന് നമുക്കും ഒരു ബോധം ഉണ്ടാവും. സോ വളരെ ഒരു ഐ ഓപ്പണർ ബുക്കാണ്. സോ അടുത്ത ആഴ്ച നമുക്ക് ഇതിനകത്ത് സൂപ്പർ ഇമ്പോസിഷനെ പറ്റി സാറ് ചെയ്ത ഒരു കാര്യം, ആ കേസ് എങ്ങനെ തെളിയിച്ചു എന്ന രീതിയിൽ വരാം. എനിക്കറിയത്തില്ല ഞാനിത് ലീഗലായിട്ടാണോ ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യം. ഐ മീൻ ഞാനത് വേറൊന്നും പറയുന്നില്ല, ജസ്റ്റ് കഥകൾ വായിച്ച് പറയുന്നേ ഉള്ളൂ.
ആർക്കെങ്കിലും ഉപയോഗപ്പെടണമെങ്കിൽ അത്ര ഒരു എന്താ പറയുക, ഫോർ ലേണിംഗ് പർപ്പസ് എന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ദാറ്റ്സ് ഇറ്റ്.